ബജറ്റ് പ്രസംഗത്തിന്റെ അവസാനം ഇതിന്റെ കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ ഇതാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ്. കഴിഞ്ഞ വർഷം പറഞ്ഞത് ഇത്രയായിരുന്നു, ഇത്ര രൂപ ചെലവുണ്ടാവും എന്നാണ് പറഞ്ഞത്, അത് ഇത്ര രൂപ ചെലവായി, ഇത്ര രൂപ വരവുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു, അത് ഇത്ര രൂപ വരവുണ്ടായി എന്ന് മാത്രം പറയാം. ഇത്തവണ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അവതരിപ്പിച്ചത് ഞാൻ ശ്രദ്ധിച്ചത് ആകെ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് 10 ലക്ഷത്തി ചില്ലറ കോടി ഉറുപ്പിക ചെലവായിട്ടുണ്ട് എന്ന് സവിശേഷമായിട്ട് ധനമന്ത്രി എടുത്ത് പറയുന്നത് കേട്ടു. അപ്പൊ ഞാനിവിടെ ഡോക്ടർ അനിൽ വർമ്മ വന്നപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അടിസ്ഥാന സൗകര്യ വികസന മേഖല എന്നല്ല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ ഞാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ ബാക്കി ഏരിയകളൊക്കെ പെടില്ലേ എന്ന് ഞാൻ ഡോക്ടർ അനിൽ വർമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ കൂടെ ചേർത്തിട്ടാണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്ക് വേണ്ടി മാത്രമുള്ള ചെലവാണ് ഇത് എന്ന് ധരിക്കരുത് എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ വളരെ ചെറിയൊരു ഭാഗം അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് പലപ്പോഴും വരുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി വലിയ ഇൻഫ്രാസ്ട്രക്ചറുകളാണ്. സാധാരണക്കാരന് ഉപയോഗപ്പെടുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഏത് എന്ന് ചോദിച്ചാൽ റോഡുകൾ മാത്രമായിരിക്കും. അതിൽ തന്നെ നാഷണൽ ഹൈവേ പലപ്പോഴും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുക്കം ഉപയോഗിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. അത് ഒരു കാർ ഓടിക്കുന്നതും കാറിൽ യാത്ര ചെയ്യുന്നതും ദൂരയാത്ര ചെയ്യുന്നതും ഒക്കെ റെയിൽവേയുടെ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ റെയിൽവേ ബജറ്റ് അത് പിന്നെ കഴിഞ്ഞ 8 വർഷമായിട്ട് നമുക്ക് റെയിൽവേ ബജറ്റ് ഇല്ല. റെയിൽവേ ബജറ്റ് ഇല്ലാതെയായത് ഒരു പക്ഷേ കാരണം അതിനെ പൊതു ബജറ്റിന്റെ ഭാഗമാക്കുക എന്നുള്ളത് ഒരു ഫിസ്ക്കൽ റിഫോമാണ്, അത് വേണ്ടതാണ്, അതിൽ പ്രശ്നമില്ല. പക്ഷേ റെയിൽവേ കൂലിയും അതുപോലെ ചരക്ക് ഗതാഗതത്തിൽ നിന്ന് വരുമാനം കൂട്ടിക്കൊണ്ട് സാധാരണക്കാരുടെ യാത്ര ഗുണകരമാക്കാവുന്ന ഒരു യാത്രാ സംവിധാനമായിട്ട് റെയിൽവേയെ എൻവിസാജ് ചെയ്യലാണ് മുൻ കാലത്തൊക്കെ നമ്മൾ റെയിൽവേ ബജറ്റുകൾ കേട്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് റെയിൽവേ പറ്റി ഇന്നത്തെ ബജറ്റിൽ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. റെയിൽവേന്റെ ഒറ്റ വാക്ക് പോലും പരാമർശിച്ചിട്ടില്ല. റെയിൽവേന്ന് പറഞ്ഞിട്ടില്ല. അതെ, കഴിഞ്ഞ തവണയൊക്കെ റെയിൽവേക്ക് ഇതാ ഇത്ര വിഹിതം എന്തെങ്കിലും പറയണ്ടായി. ഇത്തവണ റെയിൽവേ ഒരു വാക്കേ വേണ്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതും ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ റോഡിന്റെ ഭാഗത്തിൽ വരികയാണെങ്കിൽ റോഡിലേക്ക് ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് ടോൾ പിരിക്കുക എന്നുള്ള ടോളിന്റെ പേരുകളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഹൈവേകളെ സൂപ്പർ ഹൈവേകളായിട്ട് മാറ്റി. കാരണം എന്താ വെച്ചാൽ നാഷണൽ ഹൈവേയിൽ ടോൾ പിരിക്കരുത് എന്ന് സുപ്രീം കോടതിയുടെ ഓർഡർ വന്നതോടുകൂടി പലതും എക്സ്പ്രസ് വേ ആയിട്ട് മാറി, പലതും ടോളിന് പോലും ഫീസ് എന്നുള്ള പേരിലേക്ക് പലതരത്തും മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അതും വലിയ എമൗണ്ടുകളാണ്, 1000 രൂപ 1500 രൂപയൊക്കെ വാങ്ങിയിട്ടാണ് അപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകൾ ഡയറക്റ്റ് ടാക്സിനും ഇൻഡയറക്റ്റ് ടാക്സിനും ഒക്കെ പുറമെ ഇടപെടുന്ന ഓരോ മേഖലയിലും അങ്ങോട്ട് കാശ് കൊടുക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അത് കാശുള്ളവരിൽ നിന്ന് മാത്രം മേടിക്കുക, ഇല്ലാത്തവരിൽ നിന്ന് മേടിക്കുക, അങ്ങനെ ഒരു വ്യത്യാസം, മേടിക്കാതിരിക്കുക അങ്ങനെ ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഒരു നമ്മുടെ മൊത്തം ഫിസ്ക്കൽ പ്ലാനിങ് അത് ഒപ്റ്റിക്സിനെ മാത്രം പിന്നെ അടിസ്ഥാനമാക്കിയിട്ട് എങ്ങനെ നമുക്ക് ആളുകളുടെ കയ്യടി നേടാമെന്നും പിന്നീട് ബാക്ക് എൻഡിൽ പല കാര്യങ്ങളും ചേഞ്ച് വരുത്തുകയും അതിൽ പാർലമെന്റിന്റെ റോൾ ഇല്ലാതെ പോവുകയും ഒക്കെ ചെയ്യുന്ന, പാർലമെന്റിന്റെ റോൾ ഉണ്ടെങ്കിൽ പോലും ഡീറ്റെയിൽസിലേക്ക് പോകാൻ സമ്മതിക്കാതെ അതിനെ ഒരു വളരെ എന്താണ് പറയുക സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്ക് പോകുന്നു. ഇപ്പൊ ബജറ്റ് ചർച്ച കഴിഞ്ഞ 5 വർഷത്തെ 10 വർഷത്തെ ബജറ്റ് ചർച്ച ഞങ്ങളുടെ സംഘടന നടത്തിയ ഒരു സംഗതിയായിരുന്നു. 2000 മുതൽ 2010 വരെ ഉള്ള ബജറ്റ് ചർച്ചയും 2014 മുതൽ 2024 വരെയുള്ള ബജറ്റ് ചർച്ചയും 10 വർഷത്തെ ബജറ്റ് ചർച്ചയിൽ വന്നിട്ടുള്ള മാറ്റം എന്താണ്, അതിന്റെ ക്യാരക്ടറിൽ വന്നിട്ടുള്ള മാറ്റം എന്താണ്, അത് എത്രമാത്രം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അതിൽ പിന്നെ സാധാരണക്കാരന് എത്രമാത്രം കടന്നു വരുന്നുണ്ട്, എക്വിറ്റി ഇൻക്ലൂഷൻ എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ. അപ്പൊ അതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷം മുമ്പ് വരെ മാനുവൽ സ്കാവഞ്ചിങ് ആക്ട് പ്രകാരം മാനുവൽ സ്കാവഞ്ചിങ് നിർത്തലാക്കാനുള്ള PMSRA എന്ന് പറയുന്ന ആക്ട് 2013 അത് പിന്നെ റിവൈസ് ചെയ്ത് നമ്മൾ എനാക്ട് ചെയ്തിരുന്നു. അതിലും ഭാഗമായിട്ടുള്ള ഒരു SRMS എന്ന് പറഞ്ഞിട്ടൊരു സ്കീം ഉണ്ടായിരുന്നു. ഗ്രാമീണ മേഖലയിലും ചെറു നഗരങ്ങളിലും ഒക്കെ മാനുവൽ സ്കാവഞ്ചിങ് നടത്തുന്നത് എന്ന് വെച്ചാൽ മനുഷ്യമലം കൈകൊണ്ട് വൃത്തിയാക്കുന്ന ഒരു പ്രത്യേക ജാതി വ്യവസ്ഥയുടെയും ഒക്കെ പരിണതഫലമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ മാനുവൽ സ്കാവഞ്ചിങ്. ഈ മാനുവൽ സ്കാവഞ്ചിങ് നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമിന് ഈ 2014 900 കോടി ബജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ സ്കീം ലിസ്റ്റ് ഞാൻ നോക്കുമ്പോൾ അതിൽ ആ സ്കീമിന്റെ പേര് പോലും ഇല്ല.
ആ സ്കീമിന് കൊടുത്തിരുന്ന പൈസ മുഴുവനായും നിർത്തിപ്പോയിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ അതിൻ്റെ ഒരു ഡിസ്കഷനെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ നമുക്ക് മാനുവൽ സ്കാവഞ്ചർ ഇല്ല എന്നാണ് കോടതിയിൽ പിന്നെ കഴിഞ്ഞ ദിവസം സുപ്രീം കോർട്ട് പറഞ്ഞത്. ഇനി സീവർ മാനുവൽ സ്കാവഞ്ചിങ്ങിന്റെ ഡെഫിനേഷനുകളിൽ പിടിച്ചിട്ട് സർക്കാർ അത് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളത് വേറൊരു തരത്തിലേക്ക് കാണാൻ നിർബന്ധിതരാകും എന്നൊക്കെ സുപ്രീം കോർട്ട് പറയുന്ന സ്ഥിതിയിൽ പോലും ഈ പറയുന്ന സ്കീമിൽ ഇപ്പോഴും ഒരുപാട് യാതനകൾ സാമൂഹ്യമായും സാംസ്കാരികമായും ജാതീയമായും ഒക്കെ ഒരുപാട് യാതനകൾ പിന്നെ സഹിക്കുന്ന ഒരു ജനവിഭാഗത്തിനെ മുഴുവൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടായിരുന്ന ഒരു ചെറിയ സ്കീം, ആ സ്കീം പോലും എടുത്തു കളഞ്ഞിരിക്കുന്നു.